കോഴിക്കോട് താമരശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന അറവു മാലിന്യ കേന്ദ്രത്തിനെതിരെ നടന്ന ജനകീയ സമരം അക്രമാസക്തമായി മാറിയ കാഴ്ചയാണ് ഇന്നലെ ഈ സമയത്ത് നമ്മൾ കണ്ടത്. നാട്ടുകാർ തീയിട്ട ഫാക്ടറി കത്തിനശിച്ചു. 5 കോടി രൂപയുടെ നാശമാണ് അവിടെ ഉണ്ടായത്. 400-ലധികം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഇതിനകം. എന്താണ് പ്രതിഷേധക്കാരുടെയും ഫാക്ടറിയുടെയും വാദങ്ങൾ? അത് നമുക്ക് നമ്മുടെ ഡാറ്റാ സെന്ററിലൂടെ ഒന്ന് പരിശോധിച്ച് നോക്കാം. നാട്ടുകാരുടെ വാദത്തിലേക്ക് തന്നെ നമുക്ക് ആദ്യം വരാം. കാരണം നാട്ടുകാരാണല്ലോ ഈ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. പൊറുതി മുട്ടിക്കുകയാണ് ഇവിടുത്തെ ദുർഗന്ധം എന്നത് പറഞ്ഞുകൊണ്ടാണ് നാട്ടുകാർ രംഗത്ത് വന്നത്. മാലിന്യങ്ങൾ പുഴയിൽ തള്ളുകയാണ്. ഈ മാലിന്യങ്ങൾ പുഴയിൽ തള്ളുമ്പോൾ ആ വെള്ളം ഉപയോഗിക്കുന്നതിലൂടെ തങ്ങൾക്ക് തുണി അലക്കാനൊക്കെ ഇറങ്ങുമ്പോൾ അലർജി ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ അവിടെ നിന്ന് ഈ മാലിന്യ പ്രശ്നം ഉള്ളതുകൊണ്ട് കല്യാണം കഴിപ്പിച്ചു വിടാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് ഈ പ്രതിഷേധവുമായി എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടത്. അതേസമയം നാട്ടുകാരിങ്ങനെയൊക്കെ പറയുമ്പോൾ നാട്ടുകാരുടെ ഈ ആവലാതികളെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് കമ്പനി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കമ്പനിയുടെ വാദത്തിലേക്ക് കൂടി നമുക്കൊന്ന് വരാം. കമ്പനി പറയുന്നത് സ്വാഭാവികമായും ഏത് കമ്പനിയാണെങ്കിലും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ അലർജി ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തള്ളിക്കളയുകയാണ്. കമ്പനി പറയുന്നത് ഞങ്ങൾ ഇവിടെ നാട്ടുകാരുടെ ആവശ്യങ്ങളൊക്കെ പരിഗണിച്ചു, നിയമം പാലിച്ചാണ് ഞങ്ങൾ ഈ കമ്പനി പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഫ്രഷ് കട്ടിൽ എല്ലാ നവീകരണ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു. നാട്ടുകാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉൾക്കൊണ്ടു. അതിനുശേഷം ഞങ്ങൾ ഒരു നവീകരണം നടത്തി, പ്രശ്നങ്ങൾ പരിഹരിച്ചു. അതോടൊപ്പം തന്നെ ഈ മാലിന്യം ഒഴുക്കുന്ന ജലം മലിനമാകുന്നു. അങ്ങനെ ആ ഒരു ആരോപണം തെറ്റാണ്. ജലം മലിനമല്ല എന്നുള്ള പരിശോധനാ ഫലം ഞങ്ങളുടെ കയ്യിൽ ഉണ്ട്. ഈ പ്രതിഷേധങ്ങൾ നടത്തുന്ന ആളുകൾക്ക് ഒരു രഹസ്യ അജണ്ടയുണ്ട് എന്ന കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ് കമ്പനി.